ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ സെഷൻ. ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CUET UG 2023 ജനറൽ മെന്റൽ എബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദി ഫോളോയിങ് സീരീസ് നോക്കാം. 9, 12, നെക്സ്റ്റ് 18, നെക്സ്റ്റ് 30, നെക്സ്റ്റ് 54. ഇപ്പോ 9 12ലേക്ക് വന്നപ്പോ +3 വന്നു. നെക്സ്റ്റ് 12 നിന്ന് 18ലേക്ക് വന്നപ്പോ +6, 12 നിന്ന് 30ലേക്ക് വന്നപ്പോ +12, നെക്സ്റ്റ് 30 നിന്ന് 54ലേക്ക് വന്നപ്പോ +24. അതായത് 3ന്റെ ഇരട്ടി 6, 6ന്റെ ഇരട്ടി 12, നെക്സ്റ്റ് 12ന്റെ ഇരട്ടി 24, നെക്സ്റ്റ് 24ന്റെ ഇരട്ടി 48 ആഡ് ചെയ്യും. അപ്പോ 54 + 48 90, 98, 102 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the answer figure in which problem figure is embedded. അപ്പൊ embedded figure type of question ആണ്. അതായത് ഈ ഒരു പ്രോബ്ലം ഫിഗറിലെ ഈ ഒരു സെയിം ഫിഗർ അല്ലെ, ഇതൊരു y പോലെയാണ് വന്നിട്ടുള്ളത്. അത് കറക്റ്റ് ആയിട്ട് ഏത് ഓപ്ഷനിലാണ് വരുന്നത് എന്നുള്ളത്. ഓപ്ഷൻ 2 അല്ലേ ആൻസർ. കറക്റ്റ് ആയിട്ട് നോക്കാം. ഇവിടെ കറക്റ്റ് ആയിട്ട് ആ രീതിയിൽ തന്നെ വരുന്നുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 5 students are standing in a circle and they are facing the center of the circle. അപ്പൊ ജസ്റ്റ് 5 ആളുകളാണ്. 1 2 3 4 5. ഓക്കെ, എല്ലാവരും ഇൻവേർഡ്സിലോട്ടാണ്. അതായത് നമ്മളൊരു റൗണ്ടിൽ ഫുഡ് ആയി കഴിക്കാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ സംസാരിച്ചിരിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അജയ് ഈസ് ബിറ്റ്വീൻ അമർ ആൻഡ് അമാൻ. അപ്പോ അമർ ഓർ അമാൻ, ഇൻ ബിറ്റ്വീൻ ആണ് ആര് വരുന്നത്? അജയ് വരുന്നത്. ഓക്കെ, അമർ ഓർ അമാൻ. രണ്ട് കേസും പോസിബിൾ ആണ്. ആദ്യം അമർ വന്നു, പിന്നെ അജയ് വന്നു, പിന്നെ അമാൻ വരാം. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം അമാൻ വന്നു, പിന്നെ അജയ് വന്നു, പിന്നെ അമർ വരാം. രണ്ട് കേസസും അവിടെ പോസിബിൾ ആണ്. അലോക് ഈസ് ഓൺ ദി ലെഫ്റ്റ് ഓഫ് അമിത്. അപ്പോ അമിത്തിന്റെ ലെഫ്റ്റിലാണ് ആരുള്ളത്? അലോക് ഉള്ളത്. അമർ ഈസ് ഓൺ ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് അലോക്. അലോകിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് അമർ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അമർ ഇവിടെ ആണെങ്കിൽ അതിന് മിഡിലായിട്ട് അജയ് ഉണ്ടാവും. ഇവിടെ ആരുണ്ടാവും? ഇവിടെ അമാൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഹു ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് അജയ്? അജയ് ഇങ്ങോട്ടേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അജയിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാണ്? അമർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദി ഫോളോയിങ് അറേഞ്ച്മെന്റ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. വിച്ച് ഓഫ് ദി അബവ് ഈസ് എക്സാക്ട്ലി ഇൻ ദ മിഡിൽ ഓഫ് 9 and 8? ഇപ്പൊ 9 ഇവിടെ വരുന്നുണ്ട്, അതുപോലെ തന്നെ 8 ഇവിടെ വരുന്നുണ്ട്. അതിന്റെ എക്സാക്ട്ലി മിഡിൽ ഇപ്പൊ എത്ര ടേം ഉണ്ട് എന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 9 ടേം ആണുള്ളത്. ദാറ്റ് മീൻസ് അഞ്ചാമത്തെ ടേം ആയിരിക്കും മിഡിൽ വരിക. 1 2 3 4 5 അഞ്ചാമത്തെ ടേം എക്സ് ആണ്. ദാറ്റ് മീൻസ് ഈ ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ കോഡ് ലാംഗ്വേജ് വേർഡ് ഈസ് റിട്ടൺ ആസ് 1 2 3 4. അതുപോലെ തന്നെ ഗോഡ് ഈസ് റിട്ടൺ ആസ് 5 2 4. നെക്സ്റ്റ് പുട്ട് ഈസ് റിട്ടൺ ആസ്, അല്ലെങ്കിൽ പുട്ട് ഈസ് coded as 6 7 8. then good can be written as good. ഇവിടെ എന്താ വരുന്നത്? ഇവിടെ ഒരു ഡയറക്റ്റ് കോഡിംഗ് ആണ് വരുന്നത്. ഇവിടെ നോക്കാം, ഓന്റെ കോഡ് ഇവിടെ എത്ര വന്നു? 2 വന്നു. ഇവിടെ ഓന്റെ കോഡ് 2 ആണ് വരുന്നത്. ഇവിടെ ഡിന്റെ കോഡ് ഇവിടെ 4 വന്നു. ഡിന്റെ കോഡ് ഇവിടെയും 4 ആണ് വരുന്നത്. ഓക്കെ, ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ ഡയറക്റ്റ് കോഡിംഗ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ജിന്റെ കോഡ് 5 ആണ്, അതുപോലെ തന്നെ ഓന്റെ കോഡ് 2 ആണ്. അപ്പൊ 2 ഓ വരുന്നുണ്ട്. അപ്പൊ 2 2 കൊടുക്കാം. നെക്സ്റ്റ് ഡിന്റെ കോഡ് 4 ആണ്. അപ്പൊ 5 2 2 4 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്ലേസ് ഈസ് റിലേറ്റഡ് ടു ജ്വല്ലറി ഇൻ ദ സെയിം വേ ആസ് ഷർട്ട് ഈസ് റിലേറ്റഡ് ടു. അപ്പോ എ ടൈപ്പ് ഓഫ് ജ്വല്ലറി ആണ് എന്തെന്ന് പറയുന്നത്? നെക്ലേസ് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഷർട്ട് എന്ന് പറയുന്നത് എന്താണ്? എ ടൈപ്പ് ഓഫ് അപ്പാരൽ ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലോത്തിങ്ങിനാണ് എന്ത് പറയാ? അപ്പാരൽ എന്ന് പറയാം അല്ലെ. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർണമെന്റ്സിനാണ് എന്ത് പറയാ? ജ്വല്ലറി എന്ന് പറയാം. ഓക്കെ, അപ്പൊ അപ്പാരലാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ക്ലോത്ത് എന്ന് എഴുതി വെക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ടുഡേ ഈസ് സാറ്റർഡേ then what will be the day on 363rd day? 363ാമത്തെ ദിവസം ഏത് ദിവസമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം 364 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു വീക്ക് ഫിൽ, അതായത് 0 odd days ആണ്. അതായത് 364ാമത്തെ ദിവസം ഈ ഒരു സെയിം ഡേ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. സാറ്റർഡേ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 363ാമത്തെ ഡേ ഏതായിരിക്കും? അതിന്റെ തൊട്ട് മുമ്പുള്ള, സാറ്റർഡേന്റെ തൊട്ട് മുമ്പുള്ള ദിവസം ഫ്രൈഡേ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നമുക്കറിയാം ഒരു ഇയറിൽ 365 ദിവസമാണുള്ളത്. അതിൽ ഒരു ഓഡ് ഡേ ആണ് ഉണ്ടാവുക. അപ്പൊ ആ രീതിയിലാണ് ഞാൻ 364 0 odd day ആണെന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പാരലലോഗ്രാംസ് ആർ ദർ ഇൻ ദ ഫോളോയിങ് ഫിഗർ? താഴെ തന്നിരിക്കുന്ന ഫിഗറിൽ എത്ര പാരലലോഗ്രാംസ് ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഓരോ ചെറുതിനും നെയിം ചെയ്യാണ്. 1 2 3 4 5 6 7 8. അപ്പൊ ഓരോ ചെറുതും കൂട്ടിയിട്ട് എത്ര ഉണ്ടാവും? 8 പാരലലോഗ്രാംസ് ആയി ഓൾറെഡി. ഇനി നോക്കാം, 1 ഉം 2 ഉം കൂടി ഒന്ന് വരില്ലേ? അപ്പൊ 1. ഇനി 2 ഉം 3 ഉം കൂടി ഒന്ന് വരും, 2.
ഓക്കെ 3 ഉം 4 ഉം കൂടി ഒന്ന് വരും. അപ്പൊ ഇവിടെ എത്ര വന്നു 1 2 3 മൂന്നെണ്ണം വന്നു. താഴെയും അതേപോലെ തന്നെ മൂന്നെണ്ണം വരും. അപ്പൊ 3 + 3 6 ആയി. ഓക്കെ ആണല്ലോ. ഇപ്പൊ മുകളിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ താഴെയും അതേ രീതിയിൽ തന്നെ എന്തായാലും വരും. നെക്സ്റ്റ് നോക്കുക 1 ഉം 2 ഉം 3 ഉം കൂടി ഇത് 3 ഉം കൂടി ചേർന്നിട്ട് ഈ ഒരു രീതിയിൽ ഇത് 3 ഉം കൂടി ആഡ് ചെയ്തിട്ട് ഒരു പാരലലോഗ്രാം വരാലോ, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഈ 3 എണ്ണം വെച്ചിട്ട് അടുത്തൊരു പാരലലോഗ്രാം വന്നു ഇവിടെ. ഓക്കെ അപ്പൊ ഇവിടെ 3 ബ്ലോക്സ് വന്നിട്ട് എത്ര പാരലലോഗ്രാം വന്നു 2 എണ്ണം വന്നു. മുകളിൽ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ ഈ താഴെയുള്ള ലെയറിൽ എത്ര എണ്ണം വരും 2 എണ്ണം വരും. 2 + 2 4 വന്നു. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു മേലത്തെ ഫുൾ ബ്ലോക്ക് ഒരൊറ്റ പാരലലോഗ്രാം ആക്കിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തൂടെ. അങ്ങനെയാണെങ്കിൽ താഴത്തെ ഒരു ഫുൾ ബ്ലോക്കും എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു പാരലലോഗ്രാം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോ 1 + 1 2 പാരലലോഗ്രാം. ഓക്കെ ആണല്ലോ. കുറച്ചൊക്കെ അറേഞ്ച്മെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ജസ്റ്റ് നോക്കുക ഇവിടെ ഇത് രണ്ടും കൂടി കൺസിഡർ ചെയ്തൊരു പാരലലോഗ്രാം നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് രണ്ടും കൂടി വീണ്ടും കൺസിഡർ ചെയ്യാം, ഇത് രണ്ടും കൂടി വീണ്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ ഇത് രണ്ടും കൂടി വീണ്ടും കൺസിഡർ ചെയ്യാം. അങ്ങനെ അതായത് ഈ ഒരു രീതിയിലാണ് വരിക. ഓക്കെ ഈ ഒരു രീതിയിലാണ് നമുക്ക് വരുന്നുണ്ടാവുക. ഓക്കെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ എത്ര വരുന്നുണ്ട്, വീണ്ടും ഒരു 4 എണ്ണം വരുന്നുണ്ട്. ഓക്കെ ഇനി നെക്സ്റ്റ് ഇത് ഒരു പാരലലോഗ്രാം ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം 1. ഇത് അടുത്തൊരു പാരലലോഗ്രാം ആയിട്ട് കൺസിഡർ ചെയ്യാം 2. നെക്സ്റ്റ് ഇത് അടുത്തൊരു പാരലലോഗ്രാം ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം 3. അപ്പൊ നെക്സ്റ്റ് ഒരു 3 എണ്ണം വേറെയും വന്നു. ഓക്കെ ആണല്ലോ. ഇനി ഈ 3 എണ്ണം കമ്പൈൻ ചെയ്തിട്ട് ഒരു പാരലലോഗ്രാം ആക്കി കൂടെ. ഈ 3 എണ്ണം കമ്പൈൻ ചെയ്തിട്ട് ഒരു പാരലലോഗ്രാം ആക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ 3 എണ്ണം കമ്പൈൻ ചെയ്തിട്ട് അടുത്തൊരു പാരലലോഗ്രാം ആക്കും. ആ രീതിയിൽ വീണ്ടും എത്ര വന്നു, ഒരു 2 എണ്ണം കൂടി എക്സ്ട്രാ വന്നു. ഓക്കെ ഇനി വലിയ പാരലലോഗ്രാം ഈ ഒരു ടോട്ടൽ പാരലലോഗ്രാം ഒരു വട്ടം വരുമല്ലോ, അതും നമ്മൾ എന്ത് ചെയ്തു ഒന്നായിട്ട് ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എത്ര വരുന്നുണ്ട് നോക്കാം. 8 + 6 ഏകദേശം 14 14 + 4 18 20 24 27 29 30. അപ്പൊ 30 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അൽക്ക ഈസ് ഓൾഡർ ദാൻ മാള. അപ്പൊ അൽക്ക ഈസ് ഓൾഡർ ദാൻ മാള. നെക്സ്റ്റ് ഗോപാൽ ഈസ് ഓൾഡർ ദാൻ മാള. ഓക്കെ ഗോപാൽ ഈസ് ഓൾഡർ ദാൻ മാള ബട്ട് യങ്ങർ ദാൻ അൽക്ക. കപിൽ ഈസ് യങ്ങർ ദാൻ രാം ആൻഡ് മാള. ഓക്കെ അപ്പൊ മാളനെക്കായും ചെറുതാണ്. അപ്പൊ ഞാൻ ഈ ഒരു സാധനം എന്ത് ചെയ്യാണ്, ഇവിടെ തന്നെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാണ്. ഓക്കെ ഇതും എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഇവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ രാമിന്റെ ഞാൻ വേറെ തന്നെ ആക്കിയിട്ട് വെക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് അറിയില്ല രാമാണോ അല്ലെങ്കിൽ മാളയാണോ വലുത് എന്ന് നമുക്ക് അറിയില്ല. നെക്സ്റ്റ് പറയുന്ന നോക്കാം. മാള ഈസ് ഓൾഡർ ദാൻ രാം. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്തു, ആ ഒരു ഡാറ്റയും കൂടി കിട്ടി. മാള ഈസ് ഓൾഡർ ദാൻ രാം. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഹു ഈസ് യങ്ങസ്റ്റ് ആയി വരുന്നത് കെ ആണ്, കപിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. XYZ company has marked its product. Go ahead and purchase it if price and quality are your consideration. ജസ്റ്റ് XYZ എന്ന് പറയുന്ന കമ്പനി അവരുടെ ആഡിൽ പറയാണ് എന്താണ്, നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ധൈര്യസമയത്ത് എന്ത് ചെയ്തോളൂ, ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തോളൂ. ഇഫ് പ്രൈസ് ആൻഡ് ക്വാളിറ്റി ആർ യുവർ കൺസിഡറേഷൻ, പ്രൈസും ക്വാളിറ്റിയും നിങ്ങളുടെ കൺസിഡറേഷൻ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കൺക്ലൂഷൻ വരുന്നത് ദ പ്രൊഡക്റ്റ് മസ്റ്റ് ബി ഗുഡ് ഇൻ ക്വാളിറ്റി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു കൺക്ലൂഷൻ അവിടുന്ന് പറയാൻ വേണ്ടി പറ്റും. രണ്ടാമത്തത് ദ പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ് മസ്റ്റ് ബി റീസണബിൾ. അല്ലെ പ്രൈസിനെ കുറിച്ച് അവിടെ പ്രത്യേകം അതും പറയുന്നുണ്ട്. പ്രൈസ് നിങ്ങൾ കൺസിഡറേഷൻ ആണെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ എന്തായിരിക്കും, അഫോർഡബിൾ അല്ലെങ്കിൽ റീസണബിൾ പ്രൈസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി അവിടെ മീൻ ചെയ്യുന്നുണ്ട്. രണ്ട് കൺക്ലൂഷനും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഫ് ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ് എന്നുള്ളത് റൈറ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.